ഈ ഒരു മോയ്സണൈറ്റ് മോതിരം കണ്ടില്ലേ? ഇത് 3 കാരറ്റുള്ള മോയ്സണൈറ്റ് ആണ്. കാരറ്റിന് 1500 രൂപയാണ് മോയ്സണൈറ്റിൻ്റെ വില. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇതൊക്കെ. അതിനുശേഷം ഈ ഒരു പഞ്ചലോഹ മോതിരമാണ്. ഗോൾഡ് അല്ല. കാണുമ്പോൾ ഗോൾഡ് ആണെന്ന് തോന്നും. പക്ഷേ ഇത് ഗോൾഡ് അല്ല, പഞ്ചലോഹമാണ്. ആകെ ഈ മോതിരത്തിനും അതിൻ്റെ മെറ്റീരിയലിനും പണിക്കൂലി എല്ലാം കൂടി 2000 രൂപ ആയിട്ടുള്ളൂ. അതേപോലെ ഈ കല്ലിന് 4500 രൂപയുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ മോഡലല്ല അദ്ദേഹം ഉണ്ടാക്കാൻ പറഞ്ഞത്. അവർ ആ കല്ല് കണ്ടപ്പം അവർ പറഞ്ഞു, ആ കല്ല് നല്ല വില കൂടിയ കല്ലല്ല, അത് കാണുന്ന പോലെ ഫുള്ളായിട്ട് കാണുന്ന പോലെ ഉണ്ടാക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ മോഡൽ അവർ കാണിച്ചു തന്നു. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കസ്റ്റമറോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് ഇത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഇനി മാറ്റാൻ നിൽക്കണ്ട, ഇനി ആ മോതിരം തന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് തന്നെ നല്ല ഫയറുള്ള ഒരു മോയ്സണൈറ്റ് ആണ്. 3 കാരറ്റാണ്. ഏകദേശം 1 സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടാവും. നല്ലൊരു മോതിരം. അതായത് 4500-ഉം 2000-ഉം 6500 രൂപയുടെ മുതലാണിത്. ഇത് വേണമെങ്കിൽ ഗോൾഡിലും സിൽവറിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഇതാണ് പഞ്ചലോഹം. 2 മോതിരങ്ങളും ഒരു ലോക്കറ്റുമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ എം അലി സ്മാർട്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ നാസർ ഭായിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് മോഹെ നജഫ് എന്നാണ് ഈ കല്ലിൻ്റെ പേര്. വളരെ ഭക്തിപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു അക്കീക്കിനേക്കാൾ വിലയേറിയ ഒരു സ്റ്റോണാണിത്. ഇതിന് ഏകദേശം മോഹൻ നജഫിന് 2000 രൂപ ഈ സ്റ്റോണിന് മാത്രം വരും. അതുപോലെ ഇതുണ്ടാക്കിയത് ഗോൾഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഗോൾഡല്ല, ഇത് പഞ്ചലോഹമാണ്. പഞ്ചലോഹ മോതിരമാണ്. അതിന് 2000 രൂപയാണ് മൊത്തം ചിലവ്, അതിൻ്റെ മെറ്റീരിയലും എല്ലാം കൂടി. അപ്പോൾ ഇത് 4000 രൂപയുടെ ഒരു മോതിരമാണ്. പക്ഷേ ഇത് വളരെ വിലയേറിയ ഒരു മോതിരം തന്നെയാണ്. കാരണം മോഹൻ നജഫാണ് ഇതിലുള്ളത്. സ്വർണ്ണ നാരുകൾ അതിൽ കാണാൻ സാധിക്കും. അതൊരു പ്രത്യേകത. ഇത് മാത്രമല്ല, ഇത് ഇറാഖിലെ നജഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു സ്റ്റോണാണ്. അവിടെയാണല്ലോ നമ്മുടെ അലി റളിയല്ലാഹു മരണപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമുള്ളതൊക്കെ അവിടെയാണ്. അവിടെ അന്ന് മുതൽ വരുന്ന ഒരു ഉപരത്നമാണിത്. മോഹെ നജഫ് എന്നാണ് ഇതിൻ്റെ പേര്. ആ സ്ഥലത്തിൻ്റെ പേരോട് കൂടിയിട്ടാണ് ഇതിനെ അറിയപ്പെടുക. ഇത് അതുപോലെ ഫൈറൂസ് കല്ലാണ്. മുകൾ ഭാഗം ഫ്ലാറ്റായിട്ടുള്ളതാണ്. അതിൻ്റെ ഇതിൽ പൈറൈറ്റ്സ് ഒക്കെ ഉള്ള ടൈപ്പാണ്. അതും ചെയ്തത് പഞ്ചലോഹത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു സ്റ്റോണിന് ഏകദേശം 1900 രൂപയോളം ഒക്കെ ഇതിന് വന്നിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റ് അനുസരിച്ച്. അതൊരു 9.5 കാരറ്റാണ്. അതിൻ്റെ കൂടെ ഇതും അപ്പോൾ ഏകദേശം ഒരു 4000 രൂപയുടെ തന്നെ ഒരു മോതിരമാണ് ഇത്. ഈ മോഡൽ നല്ലൊരു മോഡലാണ്, സിമ്പിളാണ്, കയ്യിൽ തടയൊന്നുമില്ല, വസ്ത്രത്തിലൊന്നും. അങ്ങനെ ഒരു നല്ലൊരു മോഡലാണ്. ഇതും തടയൊന്നുമില്ല, 4 കാല് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആ കല്ല് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ ഈ കല്ലിൻ്റെ ലൈറ്റ് കയ്യിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗം ഓപ്പൺ ആക്കിയിട്ടുള്ളത്. എല്ലാ കല്ലും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ആ കല്ലൊന്ന് നമുക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ഫൈറൂസാണ്. ഇതിന് ഹുസൈനി ഫൈറൂസ് എന്നാണ് ഇതിന് പറയുക. ഗ്രീൻ കളറാണ്. ഇത് ലോക്കറ്റാക്കി ഇട്ടിട്ടുള്ളതാണ്. ഇത് ലോക്കറ്റ്, ഇതും പഞ്ചലോഹം തന്നെയാണ്, കണ്ട ഗോൾഡ് എന്ന് തന്നെയാണ് തോന്നുള്ളൂ. ഇനി ഇത് ഏതെങ്കിലും രീതിയിൽ കളറ് കുറയുകയാണെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണിയിൽ ഒന്നിങ്ങനെ വരച്ചാൽ മതി. എപ്പോഴും നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ ആയി വരും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണത്. പഞ്ചലോഹം എന്നാണ് അതിന് പറയുക. അതിൽ സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, അതുപോലെ സിങ്ക് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ്. ഇത് കണ്ണീറിന് ഭയങ്കര കാര്യപ്പെട്ട ഒരു സംഭവമാണ് ഈ ഫൈറൂസ്. അപ്പോൾ അത് ലോക്കറ്റായിട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണീറിൻ്റെ പ്രശ്നം പോലും ഉണ്ടാവില്ല. അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. അപ്പോൾ അങ്ങനെ ഇത് മൂന്നും ഇന്ന് നമ്മൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണ്.